നമസ്തേ. രത്നശാസ്ത്ര ആരംഭിക്കുകയായി. പതിവ് പോലെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമ്മൾ എല്ലാ പ്രാവശ്യവും രത്നശാസ്ത്രം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ഉൾപ്പെടുത്താറുള്ളത്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള എപ്പിസോഡുകളിൽ, മുമ്പോട്ടുള്ള എപ്പിസോഡിൽ വരുമ്പം നമ്മളൊരു ഒരു പുതിയ അച്ചീവ്മെൻറ്റ്, നമ്മൾ പുതിയൊരു മൈൽ സ്റ്റോണും കൂടെ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു സാറിൻ്റെ ബുക്കിൻ്റെ രത്നശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഷാർജയിലെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് നടത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഒരു പുസ്തകം എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുസ്തകം ഈ അറിവുകൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ അതൊരു പുസ്തകമാക്കി മാറ്റിയപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം, അല്ലെങ്കിൽ അതൊരു പുസ്തക രൂപത്തിലേക്ക് വന്നപ്പം എങ്ങനെ അതിനെ നോക്കിക്കാണണം? പുസ്തകം നമുക്ക് എഴുതാനുണ്ടായ പ്രധാന പ്രചോദനം എന്ന് പറയുന്നത് ഈ രത്നങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് പൂർണ്ണമായും നമ്മളെ ജനങ്ങൾക്ക് ഒരറിവില്ല. പലരും രത്നങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിലും ഈ രത്നങ്ങൾ ധരിച്ചിരിക്കുന്ന രത്നം എവിടെ നിന്ന് ലഭിക്കുന്നു, ഇതെങ്ങനെയാണ് ഭൂമിയിൽ അല്ലെങ്കിൽ കടലിൽ ഇത് ഉത്ഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, ഞാൻ ധരിച്ചിരിക്കുന്ന എന്തിനാണ്, ഇതിനെക്കുറിച്ചൊന്നും ചിലർക്കെങ്കിലും അറിവില്ലായ്മ ഉണ്ട്. അറിയാതെ അങ്ങ് ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരുടെങ്കിലും ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, എന്നാന്നറിയത്തില്ല സാർ, ഒരു 10 വർഷം മുമ്പ് ഇട്ടതാണ് എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ രത്നങ്ങളെന്ന് പറയുമ്പം ഭൂമി മനുഷ്യന് വേണ്ടി അറിഞ്ഞു തന്നിരിക്കുന്ന ഒരു തിളക്കമേറിയ വസ്തു എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട്. അപ്പം അതിന് നമുക്ക് ഇപ്പോൾ 10-30 വർഷം നമ്മളിത് പഠിച്ചപ്പോൾ ഇത് എന്തായാലും ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് വരും തലമുറകൾക്കോ അല്ലെങ്കിൽ നമുക്ക് രത്നങ്ങളെക്കുറിച്ച് താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ രത്നങ്ങൾ വ്യാപാരം ചെയ്യുന്നവർക്കും രത്നങ്ങളുമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന സ്മിത്തുമാർക്ക് ഒക്കെ ഉപകാരപ്രദമായി വരത്തക്ക രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മളൊരു 10-50ഓളം രത്നങ്ങളെ അതിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ട്. മെയിൻ പ്രീഷ്യസ് സ്റ്റോൺസും സെമി പ്രീഷ്യസ് സ്റ്റോൺസ് കാറ്റഗറിയിലാണല്ലോ ഇതെല്ലാം നിൽക്കുന്നത്. പിന്നെ രത്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് തന്നെ അറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഭൂമിയിൽ നിന്നാണെന്നുള്ള ആൾക്കാർക്ക് അറിയാം, കടലിൽ നിന്ന് മുത്തും പഴവും ലഭിക്കണമെന്നറിയാം, എന്നാൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് രത്നമുണ്ടാകുന്നു എന്ന് അറിവ് കുറവാണ് ആൾക്കാർക്ക്, ഇല്ലേ? അഗ്നിപർവ്വതം, വോൾക്കാനോസ് എറപ്ഷനിൽ നിന്ന് വരുന്ന രത്നങ്ങൾ, ആ ലാവ പൊട്ടി ഒഴുകി അത് അന്തരീക്ഷത്തിലെ വായുവും മർദ്ദവുമായിട്ടിട്ട് ഒരു രത്നമായിട്ട് മാറും. ലാവ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും കാണാം, ഏത് ജ്വല്ലറികളിൽ ചെന്നാലും എക്സിബിഷൻ ചെന്നാലും ലാവ സ്റ്റോൺസ് കാണാം, അതിൻ്റെയൊക്കെ ബാൻഡുകളൊക്കെ കാണാം. പക്ഷേ ഇത് ലാവ സ്റ്റോണാണെന്ന് മാത്രമല്ലാതെ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ലാവയിൽ നിന്ന് വരുന്ന മറ്റൊരു കല്ലാണ് ഒബ്സിഡിയൻ എന്ന് പറയുന്ന കല്ല്. വളരെ ഷാർപ്പ്നെസ് ഉള്ള ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു കല്ലും കൂടെ ഒബ്സിഡിയൻ. ഭയങ്കര ഷാർപ്പാണ്, നൈഫ് ഉണ്ടാക്കാതെ നല്ല ഷാർപ്പായിട്ടുള്ള പിച്ചാത്തി ഉണ്ടാക്കിയെടുക്കാവുന്ന. നമ്മൾ മുമ്പുള്ള ഏതോ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ബ്ലേഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പം ഒബ്സിഡിയൻ എന്ന് പറയുന്ന ഒരു ആഭരണത്തിൽ ഉപയോഗിക്കാവുന്ന പരുവത്തിൽ, അല്ലെങ്കിൽ മോതിരത്തിൽ ബാൻഡ്സിലൊക്കെ ഉപയോഗിക്കാവുന്ന പരുവത്തിൽ വരുന്നതാണ് ഒബ്സിഡിയൻ. ഇതൊന്നും ആൾക്കാർക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള രത്നങ്ങളല്ല. പിന്നീട് വരുന്നത് മരത്തിൻ്റെ കറകളിൽ നിന്നും മലയിടുക്കുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. മലയിടുക്കുകൾ എന്ന് പറയുമ്പം ഈ ഫിറോസ പോലുള്ള കല്ലുകൾ, ടർക്കോയിസ് എന്ന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന, അത് യമനി മലയിടുക്കിൽ നിന്ന് വരുന്നത്. പ്രധാന നല്ല സ്റ്റോണുകൾ യമനി മലയിടുക്കിൽ നിന്ന് പ്രത്യേക കോമ്പിനേഷനിൽ വരുന്ന സ്റ്റോൺസുകളാണത്. പിന്നെ അതുപോലെ തന്നെ അംബർ എന്ന് പറയുന്ന സ്റ്റോണ് വരുന്നത് കോണിഫറസ് ട്രീയുടെ മരത്തിൻ്റെ കറ ഇറ്റിറ്റേറ്റ്
വീണ് നമ്മൾ മാവിലും ചക്കയിലൊക്കെ ഉള്ള കറ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ ഈ മരത്തിൽ നിന്ന് വരുന്ന കല്ല് ഈ കറ വന്ന് അത് ആ തടിയെ തന്നെ ഉരുണ്ടുകൂടി നിന്ന് ഒരു കല്ലായിട്ട് രൂപാന്തരപ്പെടും. അത് ഭയങ്കര വളരെ നല്ല വാസനയുള്ള കല്ലാണത്. ഓക്കെ. ആംബറിൽ നിന്ന് ഒരുപാട് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം ആംബർ പെർഫ്യൂംസ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും എല്ലാവർക്കും അറിവില്ലാത്ത കാര്യം. ഇപ്പം നമ്മൾ ഈ സബ്ജക്റ്റിലായതുകൊണ്ടല്ല, നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മളുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ അതൊരു ബുക്ക് രൂപത്തിലാക്കിയെന്ന് മാത്രമല്ല. ബേസിക്കലി ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല, നമ്മൾ അത് ബുക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ ഈ നൂറുകണക്കിന് കല്ലുകളെ കുറിച്ചിട്ടുള്ള വലിയൊരു ഗ്രന്ഥം ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. ഇംഗ്ലീഷിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബുക്ക് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ കുറച്ച് മാറ്റങ്ങളൂടെ വരുത്തിയിട്ട് വിട്ടുപോയ ചില ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ചിലപ്പം ഈ സിംഗിൾ ബുക്കിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പരിമിതികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത എഡീഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് എഡീഷനിലേക്കൊക്കെ ബുക്കുകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അതെ, പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ഇപ്പോൾ ഒരു സിനിമാക്കാർ പറയാറില്ലേ, സിനിമ ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അവർക്കെല്ലാം തോന്നുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൂടൊക്കെ ചേർക്കാമായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ബുക്ക് എഴുതി റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൂടെ മനസ്സിൽ വന്നിട്ടുള്ളതുകൂടെ ഞാൻ പകർത്തി വെക്കാൻ ശ്രമിക്കും. അത് കൂടെ ഞാൻ ഇൻഫർമേഷൻസ് കൊടുക്കും. പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസാണ്. ഈ ഫോട്ടോസ് ക്ലാരിറ്റി ഉള്ളതല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ചില കല്ലുകൾക്കൊക്കെ വളരെ ഇൻക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. ഇൻക്ലൂഷൻസ് ഒക്കെ കാണത്തക്ക രീതിയിൽ നല്ല ഫോട്ടോസ് ഉൾപ്പെടുത്തിയിരിക്കും. എനിക്ക് തോന്നുന്നു ആ പുസ്തകം വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ രത്നങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ രത്നങ്ങൾ ഉപയോഗിക്കുന്നവർ, രത്നങ്ങളായിട്ട് രത്നമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് രത്നശാസ്ത്രം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് രത്നശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും അല്ലെങ്കിൽ അതിൻ്റെ ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണത് പ്രകാശനം ചെയ്തത്. അത് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോയെന്നാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ ഒരു വിശേഷങ്ങളും കൂടെ പ്രേക്ഷകരോട് പങ്കുവെച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഈ ബുക്ക് നമുക്ക് സ്വന്തമായിട്ട് എഴുതാം, എങ്കിലും ഇത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് ആൾക്കാരുടെ പിൻബലം എനിക്കുണ്ട്. ഞാൻ ആദ്യം തന്നെ ഈ ബുക്ക് എഴുതി വന്നപ്പോൾ എന്നെ ഇത് നമുക്ക് ഷാർജ ബുക്ക് ഫെയറിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് മനോജ് കൃഷ്ണൻ, ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അഡ്വക്കേറ്റ് ആണ്. അതെൻ്റെ സുഹൃത്താണ്. അദ്ദേഹമാണ് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചത്. അത് പിന്നെ കേരളി ബുക്സ് മുഖേന അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് എല്ലാം ലാസ്റ്റ് മിനിറ്റിലായിരുന്നു. എങ്കിലും നമുക്ക് ഒരുപാട് കോർഡിനേഷൻ നടത്തി ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് എനിക്ക് ജനം ടി വിയുടെ മുരളീധര പണിക്കർ സാർ ഡയറക്ടർ, താജ് കൊല്ലറ, പിന്നെ എപ്പോഴും എൻ്റെ കൂടെ ഈ 5-6 വർഷമായിട്ട് ക്യാമറയും മറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്ന ഷിൻ സെബാസ്റ്റ്യൻ, രഞ്ജിത്ത്, ഇവരൊക്കെ എന്നെ മറ്റൊരുപാട് പേര് കേട്ടോ, ഒരുപാട് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവരെല്ലാം എന്നെ ഒരുപാട് സഹായിക്കുകയും എനിക്ക് മാക്സിമം കവറേജ് തരികയും വളരെ കളർഫുള്ളെന്നല്ല നല്ലൊരു ഐശ്വര്യമായ ഒരു ചടങ്ങിലൂടെ ഇത് എനിക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചു. അതിൽ ഈ ഷാർജ പുസ്തകമേള എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വേൾഡിൽ ഇൻ്റർനാഷണൽ ലെവൽ നോക്കിയാൽ രാജ്യാന്തര പുസ്തകമേളയിൽ 1ാം സ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രയും രാജ്യത്തിലുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു വലിയ മഹാമേളയാണ്. അപ്പോൾ അതിലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നത് ദൈവാധീനം കൊണ്ട് മാത്രം. നമ്മുടെ മിടുക്കോ കഴിവോ ഇതിനകത്ത് പ്രസക്തമല്ല. ദൈവം എന്ന് നിശ്ചയിച്ച് നീ എഴുതിയത് ഇന്ന ദിവസം ഇന്ന സമയത്ത് പ്രകാശനം ചെയ്തോളാം പുള്ളി നിശ്ചയിച്ചു. അത് ഏറ്റവും കൃത്യമായിട്ട്
എനിക്ക് നടത്തി തരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ വേൾഡിലെ തന്നെ നമ്പർ 1 ബുക്ക് ഫെസ്റ്റ് അല്ലെങ്കിൽ ബുക്ക് ഫെയറും നമുക്ക് ഒരു സത്യം പറഞ്ഞ ഒരു ഉത്സവം തന്നെയാണ്. പുസ്തകം എന്ന് പറയുന്നത് കറക്റ്റാണ്. അതൊരു ഉത്സവമായിട്ടാണ് നമുക്ക് പഠിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളുടെ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് എഴുത്തുകാർ, ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് ഈ പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചു തന്നെ ഒരു വലിയ ഉത്സവം തന്നെയാണ്. ഈ ദിവസങ്ങളിലെല്ലാം 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നടക്കുന്ന ഒരു പുസ്തക ഉത്സവമാണ്. ആൾക്കാർക്ക് ദിവസവും പോകുന്നവരുണ്ട്, എല്ലാ ദിവസവും പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ പല പ്രാവശ്യം പോകുന്നവരുണ്ട്. കാരണം പുസ്തകങ്ങളോടെന്ന് പറയുമ്പോൾ എഴുത്തും വായനയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ഇന്നിപ്പോൾ ഡിജിറ്റൽ വന്നെല്ലാം കയ്യേറിയെങ്കിലും എഴുത്തും വായനയും സൂക്ഷിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് ആ ഉത്സവത്തിന് വന്ന. കാരണം ഇവിടുന്നൊക്കെ നമുക്ക് എത്രയോ മണിക്കൂറുകൾ എടുക്കും. ഇപ്പം ചെറിയ ദൂരമേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ മണിക്കൂറിലെടുത്താണ് ആൾക്കാരുടെ ട്രാഫിക്. അത്രയും ഹെവി ട്രാഫിക് ഉണ്ട്. അപ്പോൾ അത്രയും പുസ്തകത്തെ കാണാനുള്ളൂ, വേറെ ഒന്നുമല്ല, ഫുഡല്ല, ഒന്നുമല്ല. പുസ്തകം, എഴുത്തുകാർ, വായനക്കാർ തമ്മിലുള്ള പരിചയപ്പെടിയൽ, അങ്ങനെ ഉള്ള ഒരുപാട് പബ്ലിഷേഴ്സ് എല്ലാം വളരെ. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു രാജ്യം ഈ പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ വായനയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇപ്പത്തും ഈ ഒരു കാലഘട്ടത്തിലും അത് എപ്പോഴും റൂളറിന്റെ ഷെയ്ക്കിന്റെ അതാണ് അദ്ദേഹം, അതിൻ്റെ ആളാണ്. അപ്പോൾ വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഏത് രാജ്യങ്ങളിൽ പോയാലും ഉണ്ട്. പക്ഷെ പുസ്തക അറിവുകൾ കൊടുക്കുന്ന രാജ്യങ്ങളിൽ പ്രമുഖമായ രാജ്യം എന്ന് പറയുന്നത് UAE-യിലാണ്, അത് പ്രത്യേകിച്ച് ഷാർജയിൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പുസ്തക പ്രകാശനത്തിന് ശേഷം നമുക്ക് പലരും തന്ന ആ ഒരു കോംപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രോത്സാഹന വാക്കുകളൊക്കെ കേൾക്കുമ്പം ഇത് ഒരുപാട് പേര് ഇത് വായിച്ചു, ഇപ്പം തന്നെ അത് വായിച്ചിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവർ തരുന്ന ഒരു പ്രോത്സാഹനമൊക്കെ വളരെ വലുതാണ്. ധാരാളം കമൻറ്റുകളും ധാരാളം മെസ്സേജസും നമുക്ക് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരുപാട് വ്യക്തികൾ നമുക്ക് അതിൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ പുസ്തകം ഇത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമുക്കൊരു നമ്മുടെ നന്ദി, നമസ്കാരം, നന്ദി. നമ്മളിപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പുസ്തകത്തിൽ ഈ രത്നങ്ങളെ കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇത് അതിൻ്റെ മെയിൻ സോഴ്സസ്, നമുക്ക് രത്നങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇപ്പം പറഞ്ഞു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന രത്നങ്ങളുണ്ട്, ജലാശയത്തിൽ നിന്ന് കിട്ടുന്ന രത്നങ്ങളുണ്ട്, അഗ്നിപർവ്വതം, മരത്തിൻ്റെ കറൽ. ഇതൊക്കെ ഒരു പലർക്കും ഒരു പുതിയ ഇൻഫോർമേഷൻസ് ആണ്. ഇപ്പം ഭൂമി മനുഷ്യന് കൊടുത്തിട്ടുള്ള വരദാനങ്ങളിൽ ഏറ്റവും തിളക്കമേറിയ ഒന്നാണ് ഈ രത്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ രത്നങ്ങൾക്ക് ഈ കാണുന്ന തിളക്കം മാത്രമല്ല, അതിന് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഇപ്പം എങ്ങനെയാണ് ഈ ധരിച്ചിരിക്കുന്ന രത്നം നമ്മളുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് ഇതിൻ്റെ സയൻസ് എന്നുള്ളത് അറിയാം, അതിൻ്റെ ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇതിനുണ്ടോ എന്നുള്ളത് അറിയുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ രത്നങ്ങളും അതാത് നവഗ്രഹങ്ങളിൽ അതാത് ഗ്രഹങ്ങളുടെ ഊർജം വഹിക്കുന്ന ഒരു ഊർജവാഹിനി പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. ഈ ഉദാഹരണത്തിന് റൂബി അല്ലെങ്കിൽ മാണിക്യം എന്ന് പറയുന്ന രത്നം സൂര്യൻ്റെ കോസ്മിക് എനർജി അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രത്നമാണത്. മനസ്സിലായല്ലേ? അപ്പോൾ രത്നങ്ങൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നത് ചോദിച്ചാൽ നമ്മളുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഊർജ കേന്ദ്രങ്ങളായ 7 ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ രത്നങ്ങളെല്ലാം. വിവിധ രത്നങ്ങൾ വിവിധ ചക്രാസുമായിട്ട് ബന്ധമാണ്. അതെ അതെ. മൂലാധാരം, സ്വാധിഷ്ഠാനം, അങ്ങനെ വരുന്ന ആ ഒരു ചക്രങ്ങൾ ആയിട്ട് ബന്ധപ്പെടുന്ന രത്നം ധരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ രത്നം ഏത് ഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിൻ്റെ ഊർജം നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടാനുള്ള ഒരു ഘടനാ സവിശേഷത അല്ലെങ്കിൽ ഒരു ആറ്റമിക് സ്ട്രക്ചർ ആ കല്ലിനുണ്ട്. അപ്പോൾ അത് ബോഡിയിലേക്ക് കടന്നു കയറുകയും ആ ചക്രം സജീവമാവുകയും ചെയ്യുക ചെയ്യുന്നത്. ആക്ടിവേഷനാണ് രത്നങ്ങൾക്ക് എപ്പോഴും ഒരു ആക്ടിവേഷൻ. പ്ലാനറ്ററി പൊസിഷൻസിനെ ഒരാളുടെ ബർത്ത് ചാർട്ടിലെ പ്ലാനറ്ററി പൊസിഷനെ ആക്ടിവേറ്റ് ചെയ്യിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ധരിക്കുന്ന രക്തം നമുക്ക് പോസിറ്റീവാണോ എന്നറിയാൻ ഉള്ള മെത്തേഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ ഇല്ലെന്ന് അറിയാനായിട്ട്
അല്ലെങ്കിൽ ഏത് ഗ്രഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, ഏത് സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്നു എന്നുള്ള അതറിയാനായിട്ടാണ് ഒരാളുടെ ബർത്ത് ചാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതിനെ വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം രക്തം കുടിക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഊർജം ഉണ്ടാവും. നമ്മുടെ ഈ മീറ്റിങ്ങിൽ തന്നെ പലരും അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ അത് തന്നെ അതെ മുരളീധര പണിക്കർ സാർക്ക് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. അദ്ദേഹം ധരിച്ചിരിക്കുന്ന എമറാൾഡിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം രക്തങ്ങൾക്ക് പവർ ഉണ്ടോ, ഇതൊക്കെ ചുമ്മാതാന്ന് പറയുന്നവർക്ക് ഇതിന് രക്തങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ മെഡിസിനൽ വാല്യൂ ഇതാണ്. അതായത് ആയുർവേദത്തിൽ മെറ്റൽസ് ആൻഡ് ജംസ് സ്റ്റോൺസിൻ്റെ പ്യൂരിഫിക്കേഷന് ഭസ്മങ്ങൾ, മെറ്റൽസ് ആൻഡ് ജം സ്റ്റോൺസ് ഭസ്മ, അത് വളരെ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ രത്നങ്ങൾ അതിനകത്തെ അത് പ്യൂരിഫൈ ചെയ്ത് അതിൻ്റെ വിഷാംശങ്ങളെല്ലാം കളഞ്ഞ് പ്രത്യേക പ്രോസസ്സിൽ അത് അതിനെ സ്ഫുടം ചെയ്തെടുത്ത് ഭസ്മരൂപത്തിൽ ആക്കുന്നതാണ് ആയുർവേദം. അത് വളരെ വളരെ സൂക്ഷ്മമേറിയ ഒരു പരിപാടിയാണ്. നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമല്ല. അത് കാരണം വെച്ചാൽ ഇത് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സാണ്. ഭയങ്കര ലോങ് പ്രോസസ്സും ഏറ്റവും ശ്രദ്ധയും അറിവും വേണ്ടതാണ്. അപ്പം ഒരുപാട് നമ്മളെ കമ്പനികളുടെ പേര് പറയുന്നില്ല, ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് രത്നങ്ങളുടെ ഭസ്മം കിട്ടും. അതുപോലെ തങ്കഭസ്മം ഇല്ലേ, സ്വർണത്തിൻ്റെ ഭസ്മം എത്രയോ കാലം പോലെ ഉണ്ട് തങ്കഭസ്മം. അതായത് തങ്കം പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതാണ് തങ്കഭസ്മം. അതൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളിയുടെ ഭസ്മമുണ്ട്. ഇതെല്ലാം നമുക്ക് അത്രയും ഈ മെറ്റൽസിനും ജം സ്റ്റോൺസിനും അതിൻ്റെ മെഡിസിനൽ വാല്യൂ കണ്ടതുകൊണ്ട് മാത്രമാണ് ആയുർവേദ ആചാര്യന്മാരിത് കണ്ടതുകൊണ്ടാണ് അത് ഭസ്മരൂപത്തിലേക്ക് എടുക്കുകയും മനുഷ്യനെ ഇത് മോതിരമായിട്ട് ധരിക്കുകയും അതേസമയം ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ കൊണ്ടാണ് ഇത് ഉള്ളിൽ കഴിക്കാനായിട്ടും കൊടുത്തിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ഈ രത്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം അതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ അല്ലെങ്കിൽ രത്നങ്ങളുടെ ഭസ്മങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആയുർവേദത്തിലും ഈ രത്നങ്ങൾക്കുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഓരോ രത്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രകൃതി തന്നിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും മെഡിസിനൽ വാല്യൂ ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് രത്നങ്ങൾക്ക് ശക്തി ഉണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ഈ ഭസ്മങ്ങൾ മാത്രം, അതായത് നമുക്ക് രസരത്ന സമുച്ചയം റെഫർ ചെയ്യാം ആൾക്കാർക്ക്, മനസ്സിലല്ലേ? അത് നാഗാർജുൻ, അദ്ദേഹം രസവാഗ്ഭടൻ അദ്ദേഹം അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് 10ാം നൂറ്റാണ്ടിൽ 11ാം നൂറ്റാണ്ടിലാണ് ബുക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് അതായത് ഈ ആ റെഫറൻസിനകത്ത് ആ ബുക്കിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് വിവിധ രത്നങ്ങളുടെ മെഡിസിനൽ വാല്യൂവിനെ കുറിച്ച് അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. എനിക്ക് ഡോക്ടർ സിന്ധു റോയ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണത്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ RS റോയുടെ വൈഫാണ്. അവരെ എന്നെ കൊണ്ടുപോയി എനിക്ക് ഈ ബുക്കിൻ്റെ റെഫറൻസുകൾ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബുക്കിൽ അവരുടെ പേരെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ ഇൻഫർമേഷൻസ് അത്. അപ്പോൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ മണിഭസ്മം എന്ന് പറഞ്ഞാൽ റൂബിയുടെ ഭസ്മം മണിഭസ്മം. ശരീരത്തിനകത്ത് റെഡ് എനർജി, ആ ഊർജവും ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുന്നതാണത്. പവളഭസ്മം എന്ന് വെച്ചാൽ പവിഴത്തിനകത്ത് മുഴുവൻ കാൽഷ്യം കാർബണേറ്റ് ആണ്. ശരീരത്തിൻ്റെ ശക്തി. പവിഴം ധരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഊർജ്ജമാണ്, റെക്കഗ്നീഷനൊക്കെ കിട്ടുന്ന ഒരു പ്ലാനറ്റാണ് ചൊവ്വ. അതിൻ്റെ കല്ലുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഭസ്മം കഴിക്കുകയും ഭസ്മരൂപം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും മറ്റുള്ളതെല്ലാം ഈ ബുക്കിനകത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഭസ്മമാണ് മുക്താഭസ്മം എന്ന് പറയുന്നത്. മുക്ത എന്ന് പറഞ്ഞ പേൾസ് എന്നായിരുന്നു. പേളുകൾ തന്നെ 10, 21, 22ഓളം പേളുകളെ കുറിച്ച് തന്നെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഡിഫറെന്റ് കാറ്റഗറി. മുത്തുകൾ, മുളമുത്ത്, ആമമുത്ത്,
ഗജമുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം ഉണ്ട്, 10-20. ഓരോ പ്രാവശ്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഉപയോഗപ്രദമായിട്ട് മനുഷ്യന് ഊർജ്ജസ്വല. ഇപ്പോൾ ഡയമണ്ടിൻ്റെ വജ്രഭസ്മം, വജ്രം പൊടിച്ചുണ്ടാക്കുന്ന ഭസ്മം, വജ്രഭസ്മം സെക്ഷുവൽ വൈറ്റാലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഭസ്മം അത്. ഇതുകൊണ്ടാണ് ഞാൻ അതായത് വീനസ് അഥവാ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കല്ലാണ് ഈ വജ്രം എന്ന് പറയുന്നത്. ശുക്രൻ ഒരു റൊമാൻറ്റിക് പ്ലാനറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ട് ടീനേജിലുള്ള പിള്ളേർക്ക് ഈ കല്ല് കൊടുക്കരുത്, കല്ല് അവർക്ക് അനുയോജ്യമാണ്, അവരുടെ ബർത്ത് ചാർട്ടിൽ അനുയോജ്യമാണ് പോലെ ടീനേജിൽ കൊടുക്കരുത് ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ട് പിന്നെ എന്നെ എല്ലാവരുടെ റെഡിയാക്കി എന്നുള്ളത് എന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് രത്ന വ്യാപാരം ചെയ്യുന്നവർക്ക് ഡയമണ്ട് മേടിച്ച് വെച്ചിരിക്കുന്ന ഈ പുള്ളി ഇത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കച്ചവടം പോകില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സാറേ 18 വയസ്സിൽ എനിക്ക് കുട്ടികൾക്ക് ഇത് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ രത്നങ്ങൾ വ്യാപാരം ചെയ്യുന്ന ആളാണ്. ഞാനവരോട് പറഞ്ഞ് ഡയമണ്ട്സ് എനിക്ക് 3 സ്റ്റോറുകളുണ്ട്, ആ 3 സ്റ്റോറിലും ഡയമണ്ട്സ് വാല്യുബിൾ, ഇത് വിൽക്കാനായിട്ടുള്ളത്. പക്ഷേ രത്നം എന്ന് പറയുന്ന രത്നങ്ങളെക്കുറിച്ചുള്ള രത്നശാസ്ത്രം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് റോങ് ആയിട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ മൈനസും പ്ലസ് പോയിൻറ്സും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അനുയോജ്യമായ ആർക്കാണോ അവർക്ക് നമുക്ക് കൊടുക്കാം. 18 വയസ്സിൽ ധരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. 23 വയസ്സിൽ ആ കുട്ടിക്ക് ഡയമണ്ട് സ്യൂട്ടബിൾ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ ജീവിതം, വൈവാഹിക ജീവിതവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് ഹെൽപ്ഫുള്ളാവും. പഠിക്കേണ്ട സമയത്ത് അത് കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിന് കൊടുക്കണോ? എൻ്റെ കുട്ടിക്ക് 17 വയസ്സ്, കല്ല് മേടിച്ച് ഞാൻ ഇടും, എനിക്ക് വിശ്വാസമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടോളൂ, പരീക്ഷിച്ചോളൂ. പക്ഷെ കല്ലുകൾക്ക് പവറുണ്ട്, രത്നങ്ങൾക്ക് അതിൻ്റേതായ പവറുണ്ട്. അതുകൊണ്ടാണ് പഴയ ആചാര്യന്മാർ ഇത് ഭസ്മമാക്കി ഉള്ളിൽ കഴിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സിന്തറ്റിക്കോ പ്ലാസ്റ്റിക് സാധനം അല്ല രത്നങ്ങൾ. ഭൂമിയിലുണ്ടാകുന്ന കടലുണ്ടാകുന്ന രത്നങ്ങൾക്ക് എല്ലാ രത്നങ്ങളിലും ധാതുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ധാതുക്കളാണ്, ഇത് അനുയോജ്യമായവർക്കാണ് ഏതൊക്കെ കല്ലുകൾ ആർക്കൊക്കെ അനുയോജ്യം എന്നുള്ളതാണ് ഒരു ജമ്മോളജിസ്റ്റ് തീരുമാനിക്കും. രത്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരു രത്നം കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം കണ്ടൻ്റാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് പേൾസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേള് മേടിച്ചുകൊണ്ട് പോയ ഒരു ആള്, ആരോ സജസ്റ്റ് ചെയ്ത പേള് കോട്ടയത്ത് ഷോപ്പിൽ വന്ന് മേടിച്ചുകൊണ്ട് പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സൈനസും പ്രോബ്ലം എല്ലാം ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാർട്ടിൽ ആ മൂന്നുമായിട്ട് കണക്റ്റഡായി ഈ കല്ല്. ഓക്കെ, 3 വെള്ളമായിട്ടും ആണ് പേള്, വാട്ടർ എലമെൻറ്റും തണുപ്പുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി സൈനസിൻ്റെ വക്കിലമായിട്ട് നിന്നയാൾ ഈ പേളെടുത്തിട്ടപ്പോൾ അത് ആക്ടിവേറ്റഡ് ആയി. ഉടൻ തന്നെ ജലദോഷവും പ്രശ്നങ്ങളും കട്ടും വരും. അപ്പോൾ ഇതുമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ ബസ് ചാർട്ടിൽ അയാളുടെ A to Z എല്ലാ ഡിവിഷണൽ ചാർട്ടുകളും ചെക്ക് ചെയ്ത് ഇനി അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗാവസ്ഥകളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൃത്യമായ രത്നനിർണയം, കൃത്യമായ രത്നങ്ങൾ അളവിലും തൂക്കത്തിലും നാച്ചുറലായിട്ടുള്ളത് വേണം ധരിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പുസ്തകത്തിൻ്റെയും രത്നങ്ങളുടെയും ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.